എന്ന് പറയുന്നത് 13 പേരായിരുന്നു. അതിൻ്റെ ഉള്ളിൽ 2 പേര് ഡിസ്ചാർജ് ആയിട്ടുണ്ട്. ഇപ്പോൾ 11 പേരാണ് ബാക്കിയുടെ ട്രീറ്റ്മെൻറ്റ് നടക്കുന്നത്. അതിൽ 5 പേരുടെ നിലയാണ് ഇപ്പോൾ ഗുരുതരമായിട്ട് തുടരുന്നത്. അതിൽ 2 പേര് വെന്റിലേറ്ററിലാണ്. ബാക്കി ഉള്ളവർ നോട്ട് ക്രിട്ടിക്കലാണ്. 6 പേര് നോട്ട് ക്രിട്ടിക്കലായിട്ട് ഇവിടെ ചികിത്സ തേടുന്നുണ്ട്. അതിലൊരു 14ാമത്തെ ആൾ ഇപ്പോൾ എലൈറ്റ് ഹോസ്പിറ്റലിൽ ഇവിടെ സ്വന്തം ഇഷ്ടപ്രകാരം മാറി അവിടെ ചികിത്സ തേടുന്ന ഒരാളുണ്ട്. നമുക്ക് 5 പോസ്റ്റ്മോർട്ടം കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. 3 പേരുടെ ബോഡിയാണ് വിട്ട് നൽകിയിട്ടുള്ളത്. ബാക്കിയുള്ള പോസ്റ്റ്മോർട്ടം പ്രോസസ്സ് രാവിലെ തന്നെ ആരംഭിക്കും. അതുപോലെ DNA സാമ്പിളിംഗ് എടുക്കാനുള്ള രാജീവ് ഗാന്ധിയുടെ ആളുകൾ രാവിലെ തന്നെ ഇവിടെ എത്തും. ഐഡന്റിഫൈ ചെയ്തിരിക്കുന്നത് നമുക്ക് 3 ബോഡീസ് ഡിസ്പ്യൂട്ടൊന്നും ഇല്ലാതെ ഐഡന്റിഫൈ ചെയ്ത് നമ്മൾ റിലീസ് ചെയ്തിട്ടുണ്ട്. 2 ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട്. ബട്ട് സ്റ്റിൽ അതിന്റെ DNA സാമ്പിളിങ്ങിനായിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യാണ്. ഇപ്പോൾ 5 എണ്ണമാണ് അങ്ങനെ ഐഡന്റിഫൈ ചെയ്തത്. ബാക്കി 4 നമ്മൾ DNA സാമ്പിളിങ്ങിന് ശേഷം മാത്രം കൊടുത്താൽ. ഡിസ്ചാർജ് ചെയ്തവരുടെ പേര് ഞാൻ പറയാം. അത് നമ്മൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. പക്ഷെ നമുക്ക് 2 എണ്ണത്തിൽ കൺഫ്യൂഷൻ ഉള്ളതുകൊണ്ട് DNA സാമ്പിളിങ്ങിന് ശേഷം മാത്രമാണ് അതിന്റെ കൺഫർമേഷൻ നമ്മളിപ്പോൾ കൊടുക്കുന്നുള്ളൂ. അതിനുശേഷം മാത്രമാണ് ബോഡി റിലീസ് ചെയ്യുന്നുള്ളൂ. അതിപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഞാൻ അങ്ങോട്ടേക്കാണ് പോകുന്നത്. എന്താ ഉണ്ട് 6:30 സ്റ്റാർട്ട് ചെയ്യുന്നത്. നമ്മുടെ പോലീസിന്റെയും ഫയറിന്റെയും എല്ലാ ടീമും ഉണ്ട്. എൻക്വയറിയുടെ ടീമും ഉണ്ട്. ഇന്നലെ പാലക്കാട് നിന്ന് എത്തിയിരുന്നു, എറണാകുളത്ത് നിന്ന് എത്തിയിരുന്നു. ബാക്കി ആവശ്യത്തിന് ഡോക്ടേഴ്സ് ഇപ്പോൾ ഉണ്ട്. അവൈലബിലിറ്റി അനുസരിച്ച് നമ്മൾ വിളിക്കും. അതിൽ 2 പേര് ഇപ്പോഴും വെന്റിലേറ്ററിൽ തന്നെയാണ്. 5 പേരാണ് ക്രിട്ടിക്കൽ. അതിൽ 2 പേര് വെന്റിലേറ്ററിലാണ്. ബാക്കി 6 പേരുടെ കുഴപ്പമില്ല, വൈറ്റൽസ് ഒക്കെ ഓക്കെയാണ്.